ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജ്യത്തെ തൊഴിൽ നിയമ ലംഘകരെ കണ്ടെത്താൻ മസ്കറ്റ് ഗവർണറേറ്റിൽ പരിശോധനകൾ തുടരുന്നു. ഗവർണറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിലായി സെപ്റ്റംബറിൽ നടത്തിയ പരിശോധനയിൽ 1546 നിയമലംഘനങ്ങൾ കണ്ടെത്തി. 1285 പ്രവാസികളെ നാടുകടത്തുകയും ചെയ്തെന്ന് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. തൊഴിൽ മന്ത്രാലയം, തൊഴിൽ ക്ഷേമ ഡയറക്ടറേറ്റ് ജനറൽ മുഖേനയും സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസിന്റെ ഇൻസ്പെക്ഷൻ യൂണിറ്റിന്റെ പിന്തുണയോടെയുമായിരുന്നു പരിശോധന. മികച്ച തൊഴിൽ വിപണിയും അന്തരീക്ഷവും സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പരിശോധനകൾ നടത്തുന്നത്. റെസിഡന്റ് കാർഡിന്റെ കാലാവധി കഴിഞ്ഞ 877 കേസുകൾ, സ്പോൺസർഷിപ്പിലില്ലാതെ ജോലി ചെയ്യുന്ന 495 പേർ, ശരിയായ രേഖകളില്ലാതെ സ്വയം തൊഴിൽ ചെയ്യുന്ന 174 പേർ എന്നിങ്ങനെയാണ് കണ്ടെത്തിയ ലംഘനങ്ങളിൽ ഉൾപ്പെടുന്നത്. തൊഴിൽ നിയമ ലംഘനങ്ങൾക്കെതിരെയുള്ള പരിശോധന വിവിധ ഗവർണറേറ്റുകളിൽ ശക്തമായി തുടരുകയാണ്. വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ നിന്നും സെപ്റ്റംബറിൽ 207 പ്രവാസികളെയാണ് അറസ്റ്റ് ചെയ്തത്. 638 തൊഴിൽ നിയമ ലംഘനങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. 80 കേസുകൾ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. തൊഴിൽ മന്ത്രാലയത്തെ പ്രതിനിധീകരിച്ച് ഗവർണറേറ്റിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ ജോയിന്റ് ഇൻസ്പെക്ഷൻ ടീമാണ് പരിശോധന നടത്തിയത്. താമസ കാലാവധി കഴിഞ്ഞ 260 തൊഴിലാളികളെയും കണ്ടെത്തിയിട്ടുണ്ട്. അനധികൃത തൊഴിലാളികളെ കണ്ടെത്താൻ കനത്ത പരിശോധനകളാണ് രാജ്യത്ത് നടന്നുവരുന്നത്. ഒമാൻ വിഷൻ 2040 ലക്ഷ്യങ്ങൾക്കനുസൃതമായി തൊഴിൽ വിപണി നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മന്ത്രാലയം പരിശോധന ശക്തമാക്കിയിരിക്കുന്നത്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ പരിശോധനകൾ തുടരും. അനധികൃത തൊഴിലാളികളെയും നിയമവിധേയമല്ലാത്ത വ്യാപാരം നടത്തുന്നവരെയും കണ്ടെത്താനുള്ള തൊഴിൽ മന്ത്രാലയത്തിന്റെ പരിശോധനകൾ ജനുവരി 1 മുതൽ വിവിധ പ്രദേശങ്ങളിൽ കർശനമായി നടക്കുന്നുണ്ട്. സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി കോർപ്പറേഷനുമായി തൊഴിൽ മന്ത്രാലയം ഡിസംബറിൽ കരാർ ഒപ്പുവെച്ചിരുന്നു. ഈ സംവിധാനം ഉപയോഗപ്പെടുത്തിയാണ് തൊഴിൽ നിയമ ലംഘന പരിശോധന ശക്തമാക്കിയിരിക്കുന്നത്. ഒമാനിൽ വിദേശികളുടെ റെസിഡൻസി പെർമിറ്റ് പുതുക്കുമ്പോൾ വിസ മെഡിക്കലിന് ഇനി ദിവസങ്ങൾ കാത്തിരിക്കണം. ആരോഗ്യ മന്ത്രാലയത്തിന്റെ പുതിയ നിർദ്ദേശപ്രകാരം 3 മുതൽ 5 വരെ പ്രവൃത്തി ദിവസങ്ങൾ ഇനി വിസ മെഡിക്കൽ റിപ്പോർട്ടിനായി സമയമെടുക്കും. വിസ പുതുക്കുന്നവർ നേരത്തെ തന്നെ മെഡിക്കലിനുള്ള പരിശോധനകൾ പൂർത്തിയാക്കണമെന്നും രാജ്യത്തെ വിസ മെഡിക്കൽ സ്ഥാപനങ്ങൾ ആവശ്യപ്പെട്ടു. ഇതിനു മുമ്പ് 24 മണിക്കൂറിനുള്ളിൽ മെഡിക്കൽ റിപ്പോർട്ട് ഇലക്ട്രോണിക് സംവിധാനം വഴി ലഭ്യമാക്കിയിരുന്നു. വിസ മെഡിക്കൽ കൂടുതൽ സുതാര്യമാക്കുകയും പരിശോധനകൾ സൂക്ഷ്മമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാൻ അധികൃതർ വിവിധ പരിഷ്കരണങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇതിന്റെ ഭാഗമായി കൂടുതൽ പരിശോധനകളും ഉൾപ്പെടുത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് മെഡിക്കൽ റിപ്പോർട്ടിലെ കാലതാമസം. ഒമാനിൽ പുതിയ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പുതുക്കുമ്പോഴും വിസ മെഡിക്കലിന് ലാൻഡഡ് ട്യൂബർക്ലോസിസ് പരിശോധന അടുത്തിടെയാണ് നിർബന്ധമാക്കിയത്. ആളുകളിൽ മറഞ്ഞിരിക്കുന്ന TBയെ പരിശോധനയിൽ കണ്ടെത്തി ചികിത്സ ലഭ്യമാക്കുകയാണ് മന്ത്രാലയം ലക്ഷ്യം വെക്കുന്നത്. കൈത്തണ്ടയിൽ ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ് വഴിയാണ് TB കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കുക. വിസ മെഡിക്കലിന് അപേക്ഷിക്കുമ്പോൾ ഇനി ഇതും ചെയ്യണം. പരിശോധനാ ഫലത്തിൽ TB പോസിറ്റീവാണെങ്കിൽ അംഗീകൃത സ്വകാര്യ കേന്ദ്രത്തിൽ നിന്നും നെഞ്ചിന്റെ എക്സ്റേ എടുക്കുകയും ഇത് സർക്കാർ മെഡിക്കൽ ഫിറ്റ്നസ് സെന്ററിലെ ആരോഗ്യ വിദഗ്ധനെ കാണിക്കുകയും വേണം. ഡോക്ടറുടെ പരിശോധനയിൽ TBക്ക് ചികിത്സ ആവശ്യമാണ് കണ്ടെത്തുന്ന ഘട്ടത്തിൽ ആരോഗ്യ മന്ത്രാലയം സൗജന്യ ചികിത്സ ലഭ്യമാക്കും. അതേസമയം TB പരിശോധനയ്ക്ക് പ്രത്യേകം നിരക്ക് നൽകേണ്ടതില്ല എന്നത് പ്രവാസികൾക്ക് ആശ്വാസമാണ്. സ്വകാര്യ മേഖലയിലെ പ്രവാസി തൊഴിലാളികളുടെ പുതിയ വിസയ്ക്കും വിസ പുതുക്കുമ്പോഴും മെഡിക്കൽ പരിശോധനയ്ക്കുമുള്ള നിരക്ക് ആരോഗ്യ മന്ത്രാലയം നേരത്തെ ഏകീകരിച്ചിരുന്നു. നിലവിൽ 30 റിയാലാണ് വിസ മെഡിക്കലിന് ചെലവ് വരുന്നത്. മെഡിക്കൽ എടുക്കുന്നതിനുള്ള അപേക്ഷ സനത് സെന്ററുകൾ വഴി സമർപ്പിക്കണം. അതിനുശേഷം അംഗീകൃത സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളിലെത്തി വിസ മെഡിക്കൽ പരിശോധന നടത്താം. ഇവിടെ പ്രത്യേകം ഫീസ് അടയ്ക്കേണ്ടതില്ല. TB പരിശോധനയും ഇതിൽ ഉൾപ്പെടും. പരിശോധന കഴിഞ്ഞ് 3 മുതൽ 5 ദിവസത്തിനകം ഫലം ഇലക്ട്രോണിക് സംവിധാനം വഴി ലഭ്യമാക്കും. നേരത്തെ സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളിൽ പ്രത്യേകം നിരക്ക് ഈടാക്കിയിരുന്നു. പല സ്ഥാപനങ്ങളിലും വ്യത്യസ്ത നിരക്കുകളാണ് ഈടാക്കിയിരുന്നത്. ഗാസയിലെ ഇസ്രായേൽ ക്രൂരതയ്ക്ക് 1 വർഷം തികയുമ്പോൾ ഫലസ്തീൻ ജനതയ്ക്ക് എല്ലാവിധ മാനുഷിക സഹായങ്ങളും സാമ്പത്തിക പിന്തുണയും മെഡിക്കൽ സേവനവും എത്തിക്കുന്നത് സൗദി അറേബ്യ ശക്തമാക്കി. ജീവകാരുണ്യ ഏജൻസിയായ കിങ് സൽമാൻ സെന്റർ ഫോർ ഹ്യൂമാനിറ്റേറിയൻ റിലീഫിന്റെ ആഭിമുഖ്യത്തിൽ ഇതുവരെ നേരിട്ട് $18.5 കോടി സഹായം നൽകിയതായി സൗദി വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാൻ UN ജനറൽ അസംബ്ലിയിൽ കഴിഞ്ഞ ദിവസം അറിയിച്ചു.
ഫലസ്തീൻ ജനതയുടെ പുനരധിവാസത്തിനായും മറ്റുമായി മൊത്തം 10,600 കോടി ഡോളർ ആദ്യഘട്ടത്തിൽ തന്നെ സമാഹരിക്കാൻ കഴിഞ്ഞതായും സൗദി വിവിധ UN ഏജൻസികളുമായി ചേർന്ന് റിലീഫ് പ്രവർത്തനങ്ങൾ തുടരുകയാണെന്നും മന്ത്രി ചൂണ്ടിക്കാണിച്ചു. KS റിലീഫ് പുറത്തുവിട്ട കണക്ക് പ്രകാരം വർഷങ്ങളായി ഫലസ്തീൻ ജനതയ്ക്കായി മൊത്തം 289 പദ്ധതികളായി 530 കോടി ഡോളർ രാജ്യം ചെലവഴിച്ചതായും വ്യക്തമാക്കി. കടൽ, വ്യോമ മാർഗങ്ങളിലൂടെ ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യം, ലോജിസ്റ്റിക് എന്നീ ഇനങ്ങളിലായി സഹായമെത്തിക്കാൻ 3.48 കോടി ഡോളർ ചെലവഴിച്ചു. ഒക്ടോബർ 31 ശേഷം പൊതുമാപ്പ് കാലാവധി നീട്ടില്ലെന്ന് അധികൃതർ. മാത്രമല്ല, തുടർന്നും അനധികൃത താമസത്തിന് മുതിർന്നാൽ വൻപിഴ, തടവ് അടക്കം കർശനമായ നടപടികൾ നേരിടേണ്ടി വരും. എക്സിറ്റ് പെർമിറ്റ് ലഭിച്ചവരോട് സമയപരിധിക്ക് മുമ്പ് പോകണമെന്നും ഭരണകൂടം അഭ്യർത്ഥിച്ചു. ഇവർക്കുള്ള സമയം ഔട്ട് പാസ് കൈക്കലാക്കി 15 ദിവസം എന്നത് ഈ മാസം 31 വരെ നീട്ടിയിരുന്നു. പൊതുമാപ്പ് ലഭിച്ച ചിലർ ഇതുവരെ രാജ്യം വിട്ടിട്ടില്ല. ഒക്ടോബർ 31 അവസാനിക്കുന്ന UAE പൊതുമാപ്പ് പദ്ധതി ഇനി നീട്ടില്ലെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, പൗരത്വം, കസ്റ്റംസ്, തുറമുഖ സുരക്ഷാ വിഭാഗം പ്രഖ്യാപിച്ചു. നിയമലംഘകരെ നോ എൻട്രി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നടപടികൾ കർശനമാക്കുമെന്നും ICP കൂട്ടിച്ചേർത്തു. ഇന്ത്യയിൽ നിന്നും UAEയിലേക്ക് മടങ്ങുന്ന പ്രവാസികൾ എമിറേറ്റ്സ് ID കൈവശം സൂക്ഷിച്ചിരിക്കണമെന്ന് അധികൃതരുടെ മുന്നറിയിപ്പ്. എമിറേറ്റ്സ് ID കൈവശമില്ലാത്തതിനാൽ ചില ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ യാത്രക്കാരെ തടഞ്ഞു നിർത്തിയതായി പരാതി ഉയർന്നതിനെ തുടർന്നാണിത്. എമിറേറ്റ്സ് ID മറന്നതിനാൽ ടിക്കറ്റ് റദ്ദാക്കിയെന്നും ഡിജിറ്റൽ എമിറേറ്റ്സ് ID കാണിച്ചിട്ടും പ്രയോജനമുണ്ടായില്ലെന്നും ബാംഗ്ലൂരു ബാജ്പേയി വിമാനത്താവളത്തിൽ നിന്നും UAEയിലേക്ക് പോകാനിരിക്കുന്ന യാത്രക്കാരൻ അറിയിച്ചു. UAE ഡിജിറ്റൽ രേഖകളിലേക്ക് മാറിയെങ്കിലും മറ്റ് രാജ്യങ്ങളിൽ പോയി തിരികെ എത്തുന്നവർ എമിറേറ്റ്സ് ID കൈവശം സൂക്ഷിക്കേണ്ടത് നിർബന്ധമാണ്. ഇത്തരം നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് ട്രാവൽ ഏജന്റുമാരും മുന്നറിയിപ്പ് നൽകാറുണ്ട്. UAE ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി 2022 എമിറേറ്റ്സ് ID ഔദ്യോഗിക താമസരേഖയായി പ്രഖ്യാപിച്ചത്. അതിനു മുമ്പ് പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്യുന്ന രീതിയായിരുന്നു. അപ്ഡേറ്റ് ചെയ്ത എമിറേറ്റ്സ് IDയിൽ താമസം തെളിയിക്കുന്ന എല്ലാ വിവരങ്ങളും അടങ്ങിയിട്ടുണ്ട്. UAEയുടെ പല ഭാഗങ്ങളിലും ഒക്ടോബർ 7 കനത്ത മഴ പെയ്തു. റാസ് അൽ ഖൈമ ഉൾപ്പെടെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഭാഗികമായി മേഘാവൃത ആകാശമായിരുന്നു. റാസ് അൽ ഖൈമയിൽ ജബൽ മബ്ര, ജബൽ അൽ റഹാബ, സുഹൈല എന്നിവിടങ്ങളിലും നേരിയ മഴ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുവൈറ്റ് ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൗസ് 10-ാം തീയതി നടക്കും. ദയ്യായിലെ ഇന്ത്യൻ എംബസി ആസ്ഥാനത്താണ് ഉച്ചയ്ക്ക് 12:30 മുതൽ ഓപ്പൺ ഹൗസ് ക്രമീകരിച്ചിരിക്കുന്നത്. 11:30 രജിസ്ട്രേഷൻ ആരംഭിക്കും. സ്ഥാനപതി ഡോക്ടർ ആദർശ് സുബ്ക്കെ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പരാതികൾ കേൾക്കും. ഇന്ത്യയുടെ ദക്ഷിണ നേവൽ കമാൻഡിന്റെ ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ചീഫ് വൈസ് അഡ്മിറൽ V. ശ്രീനിവാസും അദ്ദേഹത്തോടൊപ്പമുള്ള സൈനിക സംഘവും മാരിടൈം സെക്യൂരിറ്റി സെന്റർ സന്ദർശിച്ചു. ഒമാനിൽ സമുദ്ര പരിസ്ഥിതിയുടെ സുരക്ഷയിൽ MSC നിർവഹിക്കുന്ന തന്ത്രപരമായ റോളുകളെയും ചുമതലകളെയും കുറിച്ച് പ്രതിനിധി സംഘത്തിലെ അംഗങ്ങൾക്ക് അധികൃതർ വിശദീകരിച്ചു. കേന്ദ്രത്തിന്റെ സൗകര്യങ്ങൾ സന്ദർശിക്കുകയും ദേശീയ ചുമതലകൾ നിർവഹിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഏറ്റവും പുതിയ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും ഇന്ത്യൻ സംഘം കാണുകയും ചെയ്തു.